ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 87 കുചേലവൃത്തം ശ്ലോകം 3. ഇതീരിതോയം പ്രിയയാക്ഷുതാർത്തയാ ജുഗുപ്സമാനോപി ധനേ മദാവഹേ തദ് ത്വദാലോകന കൗതുകാദ്യയൗ വഹൻ പടാന്തേ പൃഥുകാനുപായനം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഇതീരിതോയം പ്രിയയാ ക്ഷുതാർത്തയാ ജുഗുപ്സമാനോപി ധനേ മദാവഹേ തദ് ത്വദ് ആലോകന കൗതുകാത് യയൗ വഹൻ പടാന്തേ പൃഥുകാൻ ഉപായനം. ക്ഷുതാർത്തയ വിശപ്പു നിമിത്തം ദുഃഖിതയായ കുചേലപത്നിക്ക് പ്രിയയ ഭാര്യയാൽ ഇതി ഇപ്രകാരം ഈരിത അപേക്ഷിക്കപ്പെട്ടവനായ അയം ഈ കുചേലൻ മദാവഹേ ചാഞ്ചല്യം ഉണ്ടാക്കുന്ന ധനേ ധനത്തിൽ ജുഗുപ്സമാന അപി താൽപ്പര്യമില്ലാത്തവനെങ്കിലും തത് അപ്പോൾ പടാന്തേ വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് ഉപായനം കാഴ്ചദ്രവ്യമായി പൃഥുകം അവൽ വഹൻ കയ്യിലെടുത്തവനായി ത്വദാലോകന കൗതുകാത് അവിടുത്തെ കാണാനുള്ള കൊതി കൊണ്ട് യയൗ ദ്വാരകയിലേക്ക് തിരിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഇതി ഈരിത അയം ചേർത്തിട്ട് ഇതീരിതോയം പ്രിയയ ക്ഷുതാർത്തയ. ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഥ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജുഗുപ്സമാന അപി ചേർത്തിട്ട് ജുഗുപ്സമാനോപി. ധനേ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മദാവഹേ ദ എന്നുള്ളത് ദയിലത്തെ. തദ് ത്വദ് ആലോകന കൗതുകാത് യയൗ ചേർത്തിട്ട് ത്വദാലോകന കൗതുകാദ്യയൗ വഹൻ പടാന്തേ പൃഥുകാൻ ഉപായനം ചേർത്ത് ചൊല്ലുമ്പോൾ പൃഥുകാനുപായനം. പൃഥു ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഇതീരിതോയം പ്രിയയാ ക്ഷുതാർത്തയാ ജുഗുപ്സമാനോപി ധനേ മദാവഹേ തദ് ത്വദാലോകന കൗതുകാദ്യയൗ വഹൻ പടാന്തേ പൃഥുകാനുപായനം. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാ ഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർവൃതിം തവാദി സംഭാവനയാ തു കിം പുനഃ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഗതോയം ആശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാ ഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠം ഇവാപ നിർവൃതിം തവാദി സംഭാവനയാ തു കിം പുനഃ. അയം ഈ കുചേല ബ്രാഹ്മണൻ ആശ്ചര്യമയീം ആശ്ചര്യം ഉണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ ഭവത്പുരീം അവിടുത്തെ നഗരത്തെ ഗത ഗമിച്ചു ഗൃഹേഷു ദ്വാരകയിലുള്ള ഗൃഹങ്ങളിൽ ശൈബ്യാഭവനം രുക്മിണിയുടെ ഗൃഹത്തെ സമേയിവാൻ പ്രാപിച്ചിട്ട് വൈകുണ്ഠം വൈകുണ്ഠത്തെ പ്രവിശ്യ ഇവ പ്രവേശിച്ചിട്ടെന്നതുപോലെയുള്ള നിർവൃതിം ആനന്ദം ആപ പ്രാപിച്ചു. തവ അവിടുത്തെ അതിസംഭാവനയാത്തു സ്വീകരണങ്ങളിലാകട്ടെ പുനഃ കിം പിന്നെ എന്തു പറയാനാണ്. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഗത അയം ഗതോയം ആശ്ചര്യമയീം ഭവത് പുരീം
ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗൃഹേഷു ശൈബ്യാഭവനം, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സമേയിവാൻ, നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഗത അയം, ഗതോയം. ആശ്ചര്യമയീം, ഭവത് പുരീം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗൃഹേഷു ശൈബ്യാഭവനം, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപ, വൈകുണ്ഠം ഇവാപ, ഠ നാഠ നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിർവൃതിം തവാതി സംഭാവനയ, സംഭാവനയ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തു കിം പുനഃ, അവിടെ വിസർഗം. ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപ നിർവൃതിം തവാതി സംഭാവനയാ തു കിം പുനഃ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.